ഹായ് എവ്രി വൺ, ഞാൻ റീമ. വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന, നിങ്ങൾ തംബ്നെയിലിൽ ഓൾറെഡി കണ്ടതുപോലെ തന്നെ, ഇംഗ്ലീഷിൻ്റെ CGL-ന് വേണ്ടി നമുക്ക് എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ CGL-ന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് 2 സ്റ്റേജസ് ഉണ്ട്, Tier 1ഉം Tier 2ഉം. ഇതിൽ Tier 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇംഗ്ലീഷ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു സെഷനിൽ. ഇംഗ്ലീഷിൻ്റെ Tier 1-ൽ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 25 ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 2 മാർക്ക് വെച്ചാൽ, അപ്പോൾ ടോട്ടലി നമുക്ക് 50 മാർക്സ്. ഓക്കെ, സോ ഈ 50 മാർക്സ് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? Tier 1, ഓക്കെ, 50 മാർക്കാണ് ഇംഗ്ലീഷിന്. 25 ക്വസ്റ്റ്യൻസ്, ഒരെണ്ണത്തിന് 2 മാർക്ക്, അങ്ങനെ 50 മാർക്ക്. ഇത് Tier 2-ലോട്ട് വന്നു കഴിയുമ്പം വീണ്ടും ക്വസ്റ്റ്യൻ കൂടും, 45 ക്വസ്റ്റ്യൻസ്, അതും വെയിറ്റേജും കൂടും, 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ടോട്ടലി എത്രയായി? മാത്സ് പെട്ടെന്ന് കൗണ്ട് ചെയ്ത് പറഞ്ഞോളൂ. ഇറ്റ് ഈസ് 135. ഓക്കെ, 135 മാർക്ക്. അപ്പോൾ ടോട്ടലി ഇംഗ്ലീഷിൻ്റെ ഒരു വെയിറ്റേജ് എത്രയാണെന്ന് നോക്കിക്കേ. Tier 1ഉം Tier 2ഉം കൂടെ ചേർത്തിട്ട് 185. 185 മാർക്കാണ് നമുക്ക് CGL മൊത്തത്തിൽ ഇംഗ്ലീഷിൻ്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് Tier 1 ക്ലിയർ ആക്കുക. അതായത് ഈ 50 ഔട്ട് ഓഫ് 50 നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് എന്ത് സ്ട്രാറ്റജി, എങ്ങനെ പഠിച്ചു തുടങ്ങണം? നമുക്ക് ഇനിയും സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാം എന്നല്ല. നമ്മളത് വൈസായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇംഗ്ലീഷിൻ്റെ മനസ്സിലായല്ലോ. 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്, അത് Tier 1. ഓക്കെ, ശരി. നമുക്ക് എന്താണ് ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇംഗ്ലീഷിനകത്ത് ഏതൊക്കെ ഏരിയാസ് നോക്കണം? ഭയങ്കര സിമ്പിളാണ്. 3 സെക്ഷൻസ് കവർ ചെയ്താൽ മതി. Section 1 vocab, Section 2 grammatical part and Section 3 comprehensive. കഴിഞ്ഞോ? കഴിഞ്ഞു. ഈ 3 എണ്ണം പഠിച്ചാൽ മതി. അത് അടിപൊളിയാണല്ലോ. 3 എണ്ണം പഠിച്ചാൽ മതി അല്ലേ? ഏതൊക്കെയാ? vocab, grammar part, comprehensive part. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ Tier 1-ന് മാത്രമല്ല കേട്ടോ, Tier 2-നും ഇത്രയും പഠിച്ചാൽ മതി. vocab, grammar, comprehensive അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഇനി നമുക്ക് അതിൻ്റെ അഗാധങ്ങളിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയുമാണ്. നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നത്. അതിനെ ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്ത് 3 ഏരിയ ആയിട്ട് 3 സെക്ഷൻസ് ആയിട്ട് തന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ തന്നെ കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ആദ്യത്തെ ഇത്രയും വൊക്കാബ്സ് ആണ്. ഓക്കെ, വൊക്കാബ്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രാമർ അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 2 ടോപ്പിക്സ് ആണ് അവർ ഗ്രാമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് സിലബസിനകത്ത് നമുക്കുള്ളത്. പിന്നെ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ 3 ഫോമിലായിരിക്കും. ഗ്രാമറായിട്ട് പഠിക്കാൻ 2 ടോപ്പിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ 3 ടൈപ്പിലാണെന്നും പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി നമുക്കുള്ളത് നമ്മുടെ കോംപ്രിഹെൻഷൻ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, 3 ഏരിയാസ് നമ്മൾ കവർ ചെയ്താൽ മതി. vocab, grammar part, comprehensive part. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. വൊക്കാബുലറി പാർട്ടിനകത്ത് നമ്മൾ മെയിനായിട്ട് 5 ഏരിയാസ് ഫോക്കസ് ചെയ്യണം. 5 ഏരിയാസ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേയിങ് ഉണ്ട്, ഒരു പറച്ചിലുണ്ട് അല്ലേ? അതിൻ്റെ മീനിങ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. SSCയുടെ ഒരു ജനറൽ ഫോമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ ഇത് അറിയത്തില്ലെങ്കിൽ CGL-ൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇഡിയംസിനകത്ത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ അതിൻ്റെ മീനിങ്, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ്, എന്താണ്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. സേ എ റെഡ് ലെറ്റർ ഡേ.
റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. അതെങ്ങനെയാണ് അതിന് മീനിങ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലണ്ടറിലോട്ട് തന്നെ നോക്കുക. കലണ്ടറിലോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും കുറേ റെഡ് കളറിൽ ചില നമ്പേഴ്സ് ഉണ്ട് അല്ലേ, ചില ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ്സ് എല്ലാം നമുക്ക് ഹോളിഡേ ആണ്. അപ്പോൾ എന്തോ ഇമ്പോർട്ടൻറ്റ് ഡേ ആയതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ ഇങ്ങനത്തെ ഗവൺമെൻറ് ഹോളിഡേയ്സ് ഒക്കെ വരുന്നത്. സോ അങ്ങനെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സെയിങ്സ് ഉണ്ട്, അതിൻ്റെ മീനിങ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ നമുക്കുള്ളത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സെൻറ്റൻസ് തരും, നമ്മളതിനെ സിംഗിൾ വേർഡായിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, സ്റ്റഡി ഓഫ് ബേർഡ്സിന് എന്താ നമ്മൾ പറയുന്നത്, ഓർണിത്തോളജി. ഓക്കെ, അല്ലെങ്കിൽ വൺ ഹു ട്രീറ്റ്സ് ഡിസീസസ് ഓഫ് ദ ഹാർട്ട്, അതാരാണ്, ആ ഡോക്ടറിനെ എന്താ നമ്മൾ വിളിക്കുന്നത്, ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ പേര്, ഹി ഈസ് എ കാർഡിയോളജിസ്റ്റ് അല്ലേ. സോ ഒരു സെൻറ്റൻസ് തരും, നമ്മൾ അതിനൊരു സിംഗിൾ വേർഡായിട്ട് റെഡ്യൂസ് ചെയ്യണം. ഇതിനെയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ സ്പെല്ലിംഗ് നമുക്ക് ചോദിക്കും. സ്പെല്ലിംഗ് ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വേർഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ് വരാം, അതല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ 4 ഡിഫറെൻറ്റ് വേർഡ്സ് വരാം. എന്നിട്ട് നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് ചോദിക്കാം, മിസ്സ്പെൽഡ്, റോങ് സ്പെല്ലിംഗ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്പെല്ലിംഗ് ചോദിക്കാം. ഓക്കെ, ഇനി ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്തൊരു പാർട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ഇത് റോങ് സ്പെല്ലിംഗ് ആണോ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. അതേപോലെ സിനണിംസ്, ആൻറ്റണിംസ്, അതായത് മീനിങ്സും ഓപ്പോസിറ്റ്സും, ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബൈഹാർട്ട് ചെയ്യാണ്ട് എന്തെങ്കിലും കോഡ് വെച്ച് റിലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വൊക്കാബ് പാർട്ട് തീർന്നേ. പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് അല്ലേ, പക്ഷേ അഗാധങ്ങളിലോട്ട് പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അതും ഇത് എന്തോരം പഠിക്കണമെന്നും നമുക്കറിയത്തില്ല. ഇത്രയും പഠിച്ചാൽ മതിയോ? ഓക്കെ, ഒരു 100 പേജ് തരുവാണ്, ഓക്കെ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ പോട്ടെ ഒരു 500 ക്വസ്റ്റ്യൻസ് ഇത്രയും തരുക, അത് മാത്രം പഠിച്ചാൽ മതിയോ? അതും പറ്റില്ല അല്ലേ. സോ നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് വൊക്കാബ്സിനകത്ത്. പിന്നെ ഗ്രാമറിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള 2 ടോപ്പിക്കേ ഉള്ളൂ, ആക്റ്റീവ് പാസീവ് വോയിസും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും. എന്നാൽ ഇതിൽ നിന്ന് മാത്രമേ ഉള്ള ക്വസ്റ്റ്യൻ അല്ല. ഗ്രാമറിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് വരുന്നത് ഈ 3 ഫോംസിലാണ്. അതായത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് വരും, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് വരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. ഈ 3 എണ്ണമാണ് ഗ്രാമറിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് ചോദിക്കുന്നത്. അതിൽ എറർ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് തരും, അതിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏത് പാർട്ടിലാണ് എറർ അത്രയും കണ്ടുപിടിച്ചാൽ മതി, ഏത് പാർട്ടിലാണ് എറർ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എറർ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി കൊടുക്കാം. ഓക്കെ, സോ അതാണ് ഏത് പാർട്ടിലാണ് എറർ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓക്കെ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, അതായത് ഓപ്ഷൻ എ അല്ല, ഇന്ത്യനെ എ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഇസ് മൈ ബി പാർട്ടായിട്ട്, കൺട്രി സി പാർട്ട്. ഏത് പാർട്ടിലാണ് എറർ? ഇനി എറർ ഒന്നും ഇല്ലേ, നമുക്ക് ഡി നോ എറർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്. ഞാൻ ജസ്റ്റ് പാറ്റേൺ കാണിച്ചതേ ഉള്ളൂ. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് തരും. ഓക്കെ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലൊരു പാർട്ട് അവർ അണ്ടർലൈൻ ചെയ്ത് തരും അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് തരും. എന്നിട്ട് ആ തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നോ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നോ കറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇന്ത്യ ഈസ് മൈ കൺട്രി, അത് കറക്റ്റാണ്, അപ്പോൾ നോ ഇംപ്രൂവ്മെൻറ്റ് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഓപ്ഷൻസ് തരും, വാസ് എന്നോ അല്ലെങ്കിൽ വേറെന്നോ, പിന്നെന്താണ് വിൽ ബിന്നോ. അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് വരും. നമുക്കിതിൽ ഏതാണോ കറക്റ്റ് ആൻസർ എന്ന് തോന്നുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇതാണ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പാർട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇറ്റാലിക്സിലോ ബോൾഡിലോ അണ്ടർലൈൻ ചെയ്തോ ഒക്കെ തരും. ആ പാർട്ട് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസും ചെയ്യാം. അപ്പോൾ അതിന് ഓപ്ഷൻസ് വന്നിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മുടെ ടിപ്പിക്കൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. അതായത് ഒരു സെൻറ്റൻസ് തരും, അതിനകത്തൊരു ബ്ലാങ്ക് സ്പേസ് കാണും, നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എറർ സ്പോട്ടിങ്ങോ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിന്ന് അത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ചാൽ ഗ്രാമർ പാട്ടാണ്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചാൽ മതിയോ? അതായത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് മാത്രം പഠിച്ചാൽ പോരാ. അത് മാത്രം പഠിച്ചാൽ പോരാ. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എറർ സ്പോട്ടിംഗ് ആയിക്കോട്ടെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിക്കോട്ടെ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഗ്രാമർ മൊത്തത്തിൽ നമ്മൾ അരച്ച് കലക്കി പഠിക്കണം. പക്ഷേ അവർ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടേ ഉള്ളൂ. അപ്പോൾ ഗ്രാമർ പാർട്ടിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് ആരൊക്കെയാണെന്ന് അറിയാലോ? 8 പേരുണ്ട്. ആരൊക്കെയാണ് 8 പേര്? നൗണിനെ ഡിഫൈൻ ചെയ്യുന്ന അഡ്ജക്റ്റീവ്, നൗണിന് പകരം യൂസ് ചെയ്യുന്ന പ്രൊനൗൺ, പിന്നെ വേർബിനെ ഡിഫൈൻ ചെയ്യുന്ന അഡ്വേർബ്, പ്രിപ്പോസിഷൻസ്, 2 സെൻറ്റൻസസിനെ കണക്ട് ചെയ്യാൻ കൺജങ്ഷൻസ്, പിന്നെ ഇൻ്റർജങ്ഷൻസ്. അപ്പോൾ ഈ 8 പേര് പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സബ്ജക്റ്റ് വേർബ് റിലേഷൻ, കോൺകോഡ് എന്ന് പറയും. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള റിലേഷൻ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയും. പിന്നെ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, ഇത് പഠിക്കണം. പിന്നെ ആരെ പഠിക്കണ്ടേ? ടെൻസസ് പഠിക്കണം. ടെൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് ഒക്കെ വരുമ്പോൾ ഇഫ് ഇറ്റ് റെയിൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. പിന്നെ നമുക്കുള്ളത് ക്വസ്റ്റ്യൻ ടാഗാണ്, ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, പിന്നെയാണ് നമുക്ക് ഈ പറയുന്ന ആക്റ്റീവ് പാസീവ് വോയിസും അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചും. കണ്ടോ, ഇതിൻ്റെ ഇ ആണ് കണ്ടോ. സോ ABCDEFG ഇത്രയും സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ അത്രയും എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാനുണ്ട്. അത് കൂടാണ്ട് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, ടെൻസസ്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, സ്പീച്ച്, വോയിസ്. പക്ഷേ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് വോയിസും സ്പീച്ചും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമർ മൊത്തം ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രാമർ സെക്ഷനിൽ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് പാർട്ടിനകത്ത് നമുക്ക് 3 പേരാണ് ഉള്ളത്. ഒന്ന് RC, അതായത് റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തരും. ഓക്കെ, ഒരു പാസേജ് തരും. അതായത് അതിനകത്ത് ആ പാസേജിനെ ബേസ് ചെയ്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതാണ് RC, റീഡിങ് കോംപ്രിഹെൻഷൻ. നമ്മുടെ ടിപ്പിക്കൽ നമ്മൾ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിക്കുന്ന അതേ റീഡിങ് കോംപ്രിഹെൻഷൻ, കുറച്ചൊന്ന് ലെവലൊന്ന് കൂടിയെന്ന് മാത്രം. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷനകത്തൊരു പാസേജ് വരും. ആ പാസേജിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ആൻസർ ചെയ്യാം. ദെൻ വി ഹാവ് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാ ജമ്പിൾ. സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് 2 രീതിയിൽ വരാം. ഒന്നുകിൽ വേർഡ് റീഅറേഞ്ച്മെൻ്റ് ആയിട്ടും വരാം, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ആയിട്ടും വരാം. ഒരു സെൻറ്റൻസിലെ വേർഡ്സ് നമ്മൾ ജമ്പിൾഡ് ആയിട്ട് കിടക്കും, അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് വരാം. അതല്ലെങ്കിൽ 3-4 സെൻറ്റൻസസ് തന്നിട്ട് അതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടും വരാം. അതാണ് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാ ജമ്പിൾ. അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് മാത്രം നോക്കി വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫൈനലി ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഒരു പാസേജ് തരും. ഓക്കെ, ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് പറ്റും. അതായത് കുറച്ച് വിട്ടുപോയത് പൂരിപ്പിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു പാസേജിനെ ബേസ് ചെയ്ത 5 ബ്ലാങ്ക്സ് ഉണ്ട്. ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്താൽ മതി. അതായത് സത്യം പറഞ്ഞാൽ റീഡിങ് കോംപ്രിഹെൻഷനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെയിരിക്കും? അതാണ് ശരിക്കും ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് വേർഡ്സ് അവിടെ മിസ്സിംഗ് ആയിട്ട് തരും. അത് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. Tier 1-നും Tier 2-നും മോർ ഓർ ലെസ് സംവാട്ട് ഈക്വൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇത്രയുമാണ് നമുക്ക് രണ്ടിനും കൂടെ വേണ്ടി കോമൺ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി. ഇനിയോ വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ഷിഫ്റ്റിലെ ഒരു അനാലിസിസ് ഞാനൊന്ന് പറയാം. ഇത്രയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാം, പല ഷിഫ്റ്റുകളുണ്ടായിരുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ടഫ്നെസ് ലെവൽ. എന്നാലും ഒരെണ്ണത്തിൻ്റെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ CGLൻ്റെ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ Tier 1-ൽ ഞാൻ പറയാം. അന്ന് ക്ലോസ് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒന്നായിരുന്നു. മോഡറേറ്റ് ലെവലിലുള്ള ഒരു ക്ലോസ് ടെസ്റ്റ്. അപ്പം ക്ലോസ് ടെസ്റ്റ് വന്നു 5 ക്വസ്റ്റ്യൻസ്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ 2 to 3 വന്നിട്ടുണ്ടായിരുന്നു. ആ 2 to 3 എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ഷിഫ്റ്റിൽ 2 എണ്ണമായിരിക്കും, ചിലതിൽ 3 എണ്ണമായിരിക്കും 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് അത്യാവശ്യം ഡിഫിക്കൾട്ട് ഇൻ ദ സെൻസ് ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന 3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, 3 ക്വസ്റ്റ്യൻസ്. അത് ഈസി ആയിരുന്നു. ഇത് ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എറർ ഡിറ്റക്ഷനിൽ നിന്ന് 3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു. ഇഡിയംസ് അതും 3 എണ്ണം വന്നു. ആ ഒരു ഷിഫ്റ്റിൽ ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷേ വേറെ പല ഷിഫ്റ്റിലും മാറി മാറി വരുന്നുണ്ടായിരുന്നു. ഈസി ടു മോഡറേറ്റ് വരുന്നുണ്ടായിരുന്നു. ആൻറ്റണം സിനോണിം 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും കാണാത്ത ഒരു പുതിയ വേർഡ്, അങ്ങനെയാണ്. പാരാ ജമ്പേഴ്സ് 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. സ്പെൽ ചെക്ക് അഗെയിൻ 2 എണ്ണം ഉണ്ടായിരുന്നു, ഈസി ആയിട്ടുള്ള സ്പെല്ലിങ്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അങ്ങനെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്നു. അതിൽ പൊതുവേ ഉള്ള ഷിഫ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായിരുന്നു. ഈസി എന്ന് പറയാൻ മാത്രം ഇല്ലായിരുന്നു. പക്ഷേ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും, ഓരോ വർഷവും ഓരോ ഷിഫ്റ്റും പല രീതിയിലായിരിക്കും. സോ മോഡറേറ്റ് ഡിഫിക്കൽട്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ ഒരു സെഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് Tier 1-ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50 മാർക്കിൻ്റെ സിലബസ് നമുക്ക് മനസ്സിലായി, 3 ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് മനസ്സിലായി. പ്രീവിയസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്ത് ലെവലിലാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി എന്ത് സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന CGL 2024 CGL ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് എന്ത് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് വേഗം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കാരണം പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശരി, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 5 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 5 പോയിൻറ്റ്സ് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം. ഫസ്റ്റ്, നമ്മുടെ വീക്ക് അല്ലെങ്കിൽ സ്ട്രോങ് ടോപ്പിക്സ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു 3 ഏരിയാസ് ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ? വൊക്കാബ്, ഗ്രാമർ, RC. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ടോപ്പിക്സ് അറിയാം, ഗ്രാമറിലെ ടോപ്പിക്സ് അറിയാം, വൊക്കാബിനകത്ത് ഏതാണെന്ന് അറിയാം അല്ലേ, പിന്നെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്യുക, സ്ട്രോങ് ഏരിയാസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓക്കെ ഞാൻ ഇന്നത് എനിക്ക് അത്യാവശ്യം എനിക്കറിയാം, എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഇന്നതൊക്കെയാണ്. അതായത് എനിക്കിപ്പോൾ നൗൺസ് എനിക്കറിയാമായിരിക്കും, അല്ലെങ്കിൽ പ്രോനൗൺ അതെനിക്കറിയാം, പക്ഷേ എനിക്ക് ടെൻസസ് അത്ര അറിയത്തില്ല, അത് ഞാൻ ഇച്ചിരി വീക്കാണ്, അല്ലെങ്കിൽ പ്രോനൗൺ ഞാൻ ഇച്ചിരി വീക്കാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ലാസിഫൈ ചെയ്യുക. അതുപോലെ വൊക്കാബ് എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആവാനുണ്ട്, അത് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ വീക്ക് സ്ട്രോങ് ഏരിയാസ് നിങ്ങളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. കാരണം നമുക്ക് സിലബസ് അറിയാം, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയാം, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ വീക്ക് ഏരിയ അല്ലെങ്കിൽ സ്ട്രോങ് ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിന് ഒരു ടൈം അലോട്ട് ചെയ്യുക. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിന് വേണ്ടി ഒരുപാട് സമയം കളയണ്ട. ചില ഏരിയാസ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും, അപ്പോൾ ഈസി ആയിട്ടുള്ള ഏരിയയിൽ തന്നെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ഇരുന്ന് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അറിയാവുന്ന ഏരിയാസ് തൽക്കാലം മാറ്റി വെച്ചിട്ട് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അത് എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ദിശ അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രീ യൂട്യൂബ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. വീക്കായിട്ടുള്ള ഏരിയാസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് റെഗുലർ ബേസിസിൽ നിങ്ങൾ വായിക്കണം. എന്ത് വായിക്കണം? എന്ത് വേണേലും വായിച്ചോ, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണേലും വായിച്ചോ. ആർട്ടിക്കിൾസ് വായിക്കണോ, എഡിറ്റോറിയൽ വായിക്കണോ? എഡിറ്റോറിയൽ ലെവലൊക്കെ വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ അത് സമയമൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങളൊന്ന് വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുക. ഇനി ആർട്ടിക്കിൾസ് വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വെറുതെ നോക്കുക. ഓക്കെ, സോ റെഗുലർ ബേസിസിൽ ഇംഗ്ലീഷ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ ബേസിസ് ആകുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ തൊട്ട് തുടങ്ങുവാണെങ്കിൽ 15 മിനിറ്റ് തൊട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ കോറായിട്ട്, അതായത് ബേസിക്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പം ഇത്ര സമയം, ഇത്ര ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തു, എത്ര നെഗറ്റീവ് വന്നു, എത്ര എണ്ണം അൺഅറ്റൻഡഡ് ആണ്, ഇതെല്ലാം നമുക്ക് തന്നെ ഒരു ബോധം വരും.
അപ്പോൾ ആദ്യത്തെ 1-2 മോക്ക് ടെസ്റ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈം എക്സീഡ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് വിത്തിൻ ദ ടൈം ലിമിറ്റ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ വൊക്കാബുലറി പാർട്ട് കുറച്ച് നിങ്ങൾ ഒന്ന് നോക്കണം. വൊക്കാബുലറി പാർട്ട് എവിടെ നിന്ന് വൊക്കാബുലറി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കുക. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് 5 to 10 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക. 5 to 10 ഇയേഴ്സ് പുറകോട്ട്. ഈ 5 to 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ 5 വർഷം മാത്രം എടുത്താൽ തന്നെ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും ഫോർ എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഒരു വർഷം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം ആകുമ്പോൾ തന്നെ 50 ക്വസ്റ്റ്യൻ പേപ്പർ ആയ 5 വർഷം ആകുമ്പോൾ തന്നെ 50 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് 10 ആകുമ്പോഴത്തേക്കും 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ അത്രയും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പറഞ്ഞാൽ ഇൻറ്റു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചുമ്മാ വർക്കൗട്ട് ചെയ്താൽ പോരാ, ഓപ്ഷൻ സഹിതം നിങ്ങൾ നോക്കുക. കാരണം ചിലപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനകത്തൊക്കെ അല്ലെങ്കിൽ സിനോണിംസ്, ആൻറ്റണിംസ് ഇതിലെ വൊക്കാബ്സിനകത്തൊക്കെ ഓപ്ഷൻസിൽ തന്നെ പുതിയ പുതിയ വേർഡ്സ് കാണും. അത് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. മനസ്സിലായി? അല്ലാണ്ട് ഓക്കെ ഇന്ന വർഷം ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ 1947 ഓക്കെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അല്ലേ. ഓക്കെ 1947 അങ്ങനെ അത് മാത്രം പഠിക്കാണ്ട് അതിന് ഓപ്ഷൻസും കൂടെ നോക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒരു GK പോലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിനോണിംസ്, ആൻറ്റണിംസിനകത്തൊക്കെ ഒരു വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്ങാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു ആൻസർ അതിനകത്തുണ്ട്. ബാക്കി ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത പുതിയ വേർഡ്സ് ആണെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഓൺ ആൻ ആവറേജ് നമ്മൾ ചെയ്യുന്നത്. അതായത് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോഴാണ് കേട്ടോ. എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്ന് ഒന്നുകൂടെ നോക്കിക്കോണം. അപ്പോൾ 10 വർഷം പോട്ടെ, 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓരോ വർഷം സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നത് 10 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ തന്നെ 50 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. 5 വർഷത്തേക്ക് 50, അത് 10 വർഷത്തേക്ക് 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് 25 ക്വസ്റ്റ്യൻസ് വെച്ച് ഒരെണ്ണത്തിലുണ്ടെങ്കിൽ 2500 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് ചില്ലറ കാര്യമാണോ അല്ലേ? അപ്പോൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2500 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ കൂടുതലാണ് കിട്ടുന്ന ഓപ്ഷൻസ് ഉൾപ്പെടെ അല്ലേ. പിന്നെ ഇത് കൂടാണ്ട് ആപ്പിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലേ, യൂട്യൂബ് ക്ലാസ്സസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസിനായിട്ടും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രാക്ടീസും ആവും, അതിനോടൊപ്പം തന്നെ റിവിഷനും ആവും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ ടോപ്പിക്സ്, നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ഏതാ, സ്ട്രോങ് പോയിൻ്റ് ഏതാണെന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ടോപ്പിക്സ് അതിനനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബായിട്ട് ഇപ്പോൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് ഫ്രീ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പഠിക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി സമയം ഉള്ളവർക്കാണെങ്കിൽ ഓഫ്ലൈൻ ബാച്ചിലോട്ടും ജോയിൻ ചെയ്യാം. ഇപ്പം ദിശയ്ക്കിപ്പം 4 ബ്രാഞ്ചസ് ആണുള്ളത്. തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം ഉണ്ട്, കാലിക്കട്ട് ഉണ്ട്, അതേപോലെ തന്നെ കൊട്ടാരക്കരയുണ്ട്. അങ്ങനെ 4 ഇടത്തായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയാൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ CGLൻ്റെ Tier 1 ക്രാക്ക് ചെയ്ത് Tier 2 എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ SSC എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് അധികം വിദൂരമല്ല. ഓക്കെ, സോ യൂസ് യുവർ ടൈം പ്രോപ്പർലി ആൻഡ് വൈസ്ലി. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഒരുപാട് ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.